ഓക്കെ, നമുക്ക് ഇന്നത്തെ ബോൾ ലൈൻ സ്ട്രാറ്റജിയുടെ വർക്കിംഗ് നോക്കാം. ഇതാ നോക്കിക്കേ, നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഇൻഡെക്സ് ലെവൽസും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ലെവൽസ് പ്രകാരം ഇന്നൊരു 3-4 ട്രേഡ്സൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നോക്കിക്കോളാം. നമുക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ സെക്കൻഡ് ക്യാൻഡിൽ കണ്ടോ, സെക്കൻഡ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കാം നിങ്ങൾ. സെക്കൻഡ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇത് ഫസ്റ്റ് ലെവലിലാണ്, ഇത് ഫസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ തന്നെ ഫസ്റ്റ് ലെവലിലാണ്. പിന്നെ സെക്കൻഡ് എടുക്കാനുള്ളൊരു കാരണം ഞാൻ പറയാം കണ്ടോ. സെക്കൻഡ് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സെക്കൻഡ് ക്യാൻഡിൽ കണ്ടോ. സെക്കൻഡ് ക്യാൻഡിൽ ഇതാ നോക്കി, നിഫ്റ്റി നോക്കുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഇതാ നമ്മുടെ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലാണ് നിൽക്കുന്നത്. നോക്കിയേ, റെഡ് കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലാണ് നിൽക്കുന്നത്. അതിൻ്റെ സി പൊസിഷൻസ് നോക്കിക്കേ, ഇറങ്ങി വന്ന് സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ അത് 2 ഓക്കെ ആയിരുന്നു. ദെൻ നമ്മൾ ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ കണ്ടോ, ഫിൻ നിഫ്റ്റിയും സെക്കൻഡ് ക്യാൻഡിൽ ഇറങ്ങി വന്ന് സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ്. ഇവിടെയും സി പൊസിഷൻ സെക്കൻഡ് ക്യാൻഡിൽ സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ്. ഓക്കെ, ഈ സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാനുള്ള മെയിൻ കാരണം അതേ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമ്മൾ നോക്കിക്കുക ഫസ്റ്റ് ലെവലിലും ആക്റ്റീവാണ് കണ്ടോ. പിന്നെ നിഫ്റ്റിയുടെ നോക്കിയേ, സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് പി പൊസിഷനിൽ. ഇവിടെയും ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് പി പൊസിഷൻ. ദെൻ അതാണ് ബ്ലൂ അതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്, ഇടിഞ്ഞ് വന്നിട്ട് സി പൊസിഷൻ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട് കണ്ടോ, പി പൊസിഷൻസ് രണ്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെവൽ പ്രകാരവും ഫസ്റ്റ് ലെവൽ പ്രകാരവും നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ ആക്റ്റീവായിരുന്നു നമ്മുടെ ട്രേഡ്. കുറച്ചും കൂടി നമുക്ക് ഇൻഡെക്സ് ലെവൽസിലേക്ക് നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഫസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കണ്ടോ. ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്, ഇവിടെയും ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നത് ഇവിടെയൊക്കെ കിട്ടുമായിരുന്നു കണ്ടോ. നിഫ്റ്റിയിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 കൺഫേംഡ് ആണ്, നമുക്ക് അപ്പോൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. പക്ഷേ നമ്മളൊന്നുകൂടി കൺഫേം ചെയ്യാം, ഇൻഡെക്സ് നോക്കിയിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാം. അതായത് ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനിരുന്നതാണ്, എങ്കിലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സെൻസെക്സും അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയും, അതായത് ഫിൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചറും ഒരേപോലെ വന്നിരിക്കുന്ന പൊസിഷനാണ് എങ്കിൽ, എന്നിട്ട് അത് നമ്മുടെ സ്ട്രൈക്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നും കൂടെ നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റ്സിൽ ഇത് ഡോട്ടർ ലൈൻസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഡോട്ടർ ലൈൻസ് മാറിയിട്ട് ബോർഡ് ലൈൻസിലാണ് നിൽക്കുന്നത് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരട്ടെ. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നോക്കിക്കേ, നമ്മളുടെ സെക്കൻഡ് ക്യാൻഡിൽ ഇടിഞ്ഞ് വന്നിട്ട് സെൻസെക്സ് ബോർഡ് ലൈനിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഫ്യൂച്ചർ ഇടിഞ്ഞ് വന്ന് ബോൾ ലൈനെ ടച്ച് ചെയ്ത് നിൽക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിലിൽ ഈ സെൻസെക്സും ഫ്യൂച്ചർ ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സും ഫ്യൂച്ചർ ഒരേപോലെ വരികയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, കണ്ടോ, അതാണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് ക്യാൻഡിലാണ് ഇവർ ഒരുമിച്ച് വന്നിരിക്കുന്നത്, സെൻസെക്സും ഫ്യൂച്ചറും ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫസ്റ്റ് ലെവൽ പ്രകാരവും സെക്കൻഡ് ലെവൽ പ്രകാരവും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഈ നമ്മൾ റെഡ് പൊസിഷനും അതുപോലെ തന്നെ ബ്ലൂ പൊസിഷനും കാണിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ. 110 രൂപയുടെ ഒരു നിഫ്റ്റി ആണെങ്കിൽ തന്നെ അത് എത്ര വരെയൊക്കെ പോയിട്ടുണ്ട്, 220 വരെ, അത് 100 പോയിൻറ്റ്, അതായത് 100% റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 10,000 റുപ്പീസിന് 20,000 റുപ്പീസ് ഒറ്റ ദിവസം കൊണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താ വിചാരിക്കേണ്ടത്, സെൻസെക്സും അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചറും ഒരേപോലെ ആണെങ്കിലും, അത് പിന്നീട് നമുക്ക് ഒരേപോലെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെയും വന്നിട്ടുണ്ട്. നോക്കാം, ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇത് ഫസ്റ്റ് ലെവൽ, സെൻസെക്സ് കയറി ഫസ്റ്റ് ലെവൽ വരുന്ന ഈ ഒരു പൊസിഷൻ, അതേ പൊസിഷനിൽ ഫ്യൂച്ചറും ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന നോക്കാം കണ്ടോ. ബാങ്ക് നിഫ്റ്റി അതേസമയം ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ദെൻ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്, ഇവിടെ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെ മാത്രമല്ല, അടുത്തത് നമ്മളുടെ നിഫ്റ്റി എടുക്കുമ്പോഴും ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. ദെൻ അപ്പോൾ എത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അതും അവിടെ ഓക്കെയാണ് കണ്ടോ. എത്ര പോയിൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കേ, നമ്മുടെ നിഫ്റ്റിയിലാണെങ്കിൽ തന്നെ അത് നോക്കിക്കാം, ഒരു 100 രൂപയ്ക്കാണെങ്കിൽ പോലും അത് 200 മുകളിൽ 100% റിട്ടേൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞാൽ സെൻസെക്സും അതുപോലെ ഫ്യൂച്ചറും ഒരേപോലെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് നോക്കിയിട്ട് അവിടെയും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, അതായത് 3 കൺഫേംഡ് ആണെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക്
കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെൻസെക്സ് ആണ്, സെൻസെക്സിൽ ഇവിടെ ബോർഡർ ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ്, താഴത്ത് വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കേണ്ടത് ഈ നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയും അതേസമയം ബോർഡർ ലൈനിലാണെങ്കിൽ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കേണ്ടത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ നിഫ്റ്റിയിൽ അതേസമയം ഇത് ബോർഡർ ലൈനിലാണ് എങ്കിൽ, അതായത് നമ്മളടുത്ത ഇവിടെ നമ്മൾ ബോർഡർ ലൈൻ അല്ലേ, അപ്പോൾ സി പൊസിഷൻ ഉണ്ടെന്നാണല്ലോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സി പൊസിഷൻ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സി ബോർഡർ ലൈനിലാണോ എന്നല്ല നോക്കേണ്ടത്, പി പൊസിഷൻ കയറി ബോർഡർ ലൈനിൽ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡ് 100% അക്യുറസി ഉണ്ട്. അപ്പോൾ ഇവിടെ ബോർഡർ ലൈനൊന്നും അല്ല, പക്ഷേ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സെക്കൻഡ് ലെവലും ഫസ്റ്റ് ലെവലും പ്രകാരം ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നതായി ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നതാണ്, ഗ്രീൻ പൊസിഷൻ കാണിച്ചിരിക്കുന്നതാണ്. കണ്ടോ, നിഫ്റ്റി കയറി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, പി പൊസിഷൻ ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, ഇവിടെയും പി പൊസിഷൻ ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ദെൻ ഇവിടെ ഫിൻ നിഫ്റ്റി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ബാങ്ക് നിഫ്റ്റിയാണ് ഇറങ്ങി വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, ഇവിടെ ഇറങ്ങി വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അവിടെ അടുത്തൊരു ഓപ്പോസിറ്റ് പൊസിഷൻ വരികയാണ്, ഇവിടെ ഒരു സി പൊസിഷൻ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടുകയാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്ക് ലെവൽസ് ഒരേപോലെയാണെങ്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കേണ്ടത്. അതേസമയം നമുക്ക് നല്ല കൺഫർമേഷൻ തരുന്ന ഒന്നാണ് എന്ത്, അതേ സമയത്ത് നമ്മളുടെ ഫ്യൂച്ചറും സെൻസെക്സും ഒരേ പൊസിഷനിലാണ് എങ്കിൽ നല്ലൊരു കൺഫർമേഷനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ട്രേഡിന് കൈ കൊടുക്കാം, ആ ട്രേഡ് നല്ല റിട്ടേൺ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.